ഇന്ന് സഭയായിട്ട് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായിട്ട് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന വിഷയമാണ് ചിന്തിക്കുന്നത്. വായിച്ചതായ വേദഭാഗങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച വേദഭാഗങ്ങൾ ക്രിസ്തു ഓർപ്പിക്കുന്നതായ അന്ത്യനാളിനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട്, പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഓർപ്പിക്കുന്നതായ ഈ നിത്യ ന്യായവിധിയുടെ അനുഭവങ്ങൾ, അവിടെ കഷ്ടത, പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിലും എപ്രകാരം നമ്മൾ ദൈവത്തോടൊത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതായ ചിന്തകൾ നമ്മെ ഓർപ്പിക്കുന്നതാണ്. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഒരു കുടുംബ സംഗമം എന്ന നിലയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ ചിന്ത നമ്മെ കൂടുതലായിട്ട് ഭരിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ളതായ വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷമായിട്ട് വായിച്ച വേദഭാഗം. അവിടെ 40-ാം വാക്യം, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തോടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. ഇത് മഹത്വ പ്രത്യക്ഷതയിൽ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി മനുഷ്യപുത്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചുള്ളതായ ചിത്രീകരണമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ഒരു രാജാവ് തൻ്റെ പ്രജകളെ രണ്ടായിട്ട് വേർതിരിച്ച് വലത്തും ഇടത്തും നിർത്തി പറയുന്നതായ വാക്കുകൾ, വ്യക്തത വരുത്തുന്നതായ വചനങ്ങൾ പറഞ്ഞാണ് യേശു ഇത് പ്രത്യേകിച്ച് ശിഷ്യന്മാരെയും ജനതയെയും ഓർപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, ന്യായവിധിയെക്കുറിച്ചുള്ളതായ ആ ഒരു ചിന്ത, അത് നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അന്ത്യനാളിനെ കുറിച്ചുള്ളതായ ആ ഒരു ചിന്ത നാം കാണുമ്പോൾ തന്നെ, മനസ്സിലാക്കുമ്പോൾ തന്നെ ന്യായവിധിയെക്കുറിച്ചുള്ളതായ ചിന്തയും ഇവിടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു എന്ന് പറയുന്നതായ ആ ഒരു അവസ്ഥ, പക്ഷേ യോഹന്നാനുണ്ടായ വെളിപാടിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വിഭാവന ചെയ്യുന്നതായ ആ ഒരവസ്ഥയെപ്പറ്റി കാണുന്നുണ്ട്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന നഗരം ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഈ ഒരു കാഴ്ചപ്പാട് അന്ത്യനാളിനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാടായിട്ട് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഉണ്ടാകുന്നതായ അനുഭവത്തെ പറ്റി യേശു വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന ആ ഒരു ചിന്തകളാണ് നാം ഇന്ന് വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരിചിന്തിക്കുവാൻ സഹായകരമായി എടുക്കുന്നത്. ഇവിടെ അന്ത്യനാളിനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട്, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുന്നതായ സാഹചര്യം, അതിനുവേണ്ടി ഒരുക്കത്തോടുകൂടെ ഇരിക്കാനുള്ളതായ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്നതായ മനുഷ്യർ മാറണം എന്ന് പറയുന്നുണ്ട്. അവിടെ മനുഷ്യർ എങ്ങനെയായിരിക്കണം, എന്താണ് ഈ അവസ്ഥ എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. നാം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടവരാണ്. ആ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ളതായ ബോധം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭ ഈ ഭാവി ജീവിതം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നിത്യതയെപ്പറ്റിയുള്ളതായ ബോധം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ നിത്യതയുടെ അനുഭവത്തിൽ ആയിരിക്കുന്നതായ സാഹചര്യത്തിൽ ഈ അവസാനത്തെക്കുറിച്ചുള്ളതായ ചിന്ത എപ്രകാരമാണ് നാം മനസ്സിലാക്കുന്നത്, അത് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തെ
ധന്യമാക്കുന്ന അനുഭവമായിട്ട് നാം കാണുന്നുണ്ട്. മഹത്വ പ്രത്യക്ഷത, ന്യായവിധിയുടെ അവസ്ഥ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. രണ്ടാമത്, അവിടെ നാം കേൾക്കുന്നതായ വചനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ ചിലരെ സന്തോഷ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു, ചിലർ നിത്യ അഗ്നിയിലേക്ക്, സന്താപ അനുഭവത്തിലേക്ക് പോകുന്നു. ഈ ഒരു അവസ്ഥാവിശേഷത്തെ പറ്റിയുള്ളതായ ആ ഒരു ചിന്ത നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തി അതിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്നതായ നന്മ, അതിൻ്റെ ഫലം, അതിൻ്റെ പ്രത്യേകത, അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതായ ദൈവിക വചനങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ശാന്തി പ്രഭാഷണം ശാന്തിഗിരി ആശ്രമത്തിൽ ആലുവയിൽ നടക്കുന്ന സമയത്ത് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രവൻ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത്, ഗോഡ് ഈസ് ദ ജഡ്ജ്, ദൈവമാണ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയെ ന്യായം വിധിക്കുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. എന്നാൽ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിചിന്തനം ചെയ്ത് ന്യായവിധി നടത്തുകയാണ് ഒരു ന്യായാധിപൻ്റെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയെ ന്യായം വിധിക്കുകയല്ല, പിന്നെയോ വ്യക്തി ചെയ്ത പ്രവർത്തനം അത് വിചിന്തനം ചെയ്ത് ആ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിധിന്യായമാണ് നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ദൈവമാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ട്. ആ ന്യായവിധി നാളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതായ ഒരവസ്ഥയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളതായ വിളി ഒരുപക്ഷെ കേൾക്കുന്നതായ സാഹചര്യമുണ്ടാകാം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്നുള്ളതായ സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ എന്നുള്ളതായ ശബ്ദം കേൾക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവിക ശബ്ദം എങ്ങനെയാണ് നാം കേൾക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയിലൂടെ അതെങ്ങനെ മനസ്സിലാക്കുന്നു. ഒരു വൃക്ഷം അതിൻ്റെ ഫലത്തിലൂടെ അറിയപ്പെടുന്നതായ സാഹചര്യത്തെപ്പറ്റി യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്സ്. ഫലത്തിലൂടെ വൃക്ഷത്തെ അറിയുന്നത് പോലെ നമ്മുടെ ഫലകരമായ ജീവിതത്തിലൂടെ നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവം അവസരങ്ങൾ നൽകുമ്പോൾ ആ അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയെ ശുഷ്കാന്തിയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. അലസത വിഴിഞ്ഞ് നിസ്സംഗത മനോഭാവം മാറി ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കുവാനിടയായി തീരുക, ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോഴാണ് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്നുള്ളതായ വാക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ ഞാനിതെല്ലാം എപ്പോഴാണ് ചെയ്തതെന്ന് നീതിമാന്മാർ ചോദിക്കുമ്പോൾ, അതെ, നീ ചെയ്തതെല്ലാം എനിക്ക് ഭക്ഷിപ്പാൻ പാനം ചെയ്യുവാൻ ഉള്ള സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ എന്നെ വെളിപ്പെടുത്തിയ ജീവിതമാണ്. വേറെ ഇതിൽ പറഞ്ഞാൽ അപ്പമില്ലാത്തവർക്ക് അപ്പമായി മാറുന്നതായ ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറി. ജലം ഇല്ലാതെ വിഷമിക്കുന്നതായ ദാഹിക്കുന്നതായ ജനങ്ങൾക്ക് ജലം നൽകുന്ന ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറി. ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായ മനുഷ്യരുടെ മധ്യത്തിൽ ആശ്വാസം നൽകുന്നതായ, പ്രത്യാശ നൽകുന്നതായ സാന്നിധ്യമായിട്ട് നിങ്ങൾ മാറി. അതെല്ലാം ഞാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ രംഗങ്ങളിൽ ദൈവം നമ്മെ ആക്കുമ്പോൾ, ദൈവമേ നിന്നിൽ ആശ്രയിച്ച് നിൻ്റെ കൃപയിൽ ശരണപ്പെട്ട്
അനുഗ്രഹകരമായിട്ട് ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്നുള്ള യാത്രയാണ്. ഈ ജീവിതം എങ്ങനെ എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് എന്ത് നന്മ ഞാൻ ചെയ്തു എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഓരോ മിഷൻ പ്രവർത്തനങ്ങളെടുത്താൽ തന്നെയും ഓരോ മിഷൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോഴും അവരുടെ ഒരു ദർശനമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതായ വലിയ പ്രവർത്തനമാണ്. ചെറുതായ പ്രവർത്തനമായിരിക്കാം, എന്നാൽ അവിടെയെല്ലാം കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തിൻ്റെ വായ്പ മറ്റുള്ളവർക്ക് നൽകുന്നതായ ജീവിതമായിട്ട് ജീവിതം കാണപ്പെടണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ധന്യത കാണാൻ സാധിക്കുന്നത്? ഇന്ന് ഒരുമിച്ച് ചേർന്ന് വന്ന് ഒരു ദിവസം വേർതിരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ധ്യാനവും ചിന്തയും ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ അനുഭവവും നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നതായ, ദൈവകൃപ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതായ ഒരവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. യോഹന്നാൻ അപ്പോസ്തലനെ ഓർപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ പാപങ്ങളിൽ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളിൽ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാക്കുന്നു. ഈ കർത്താവ് എല്ലായ്പ്പോഴും നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് പാപനിബിഡമായ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, പാപാന്ധകാരത്തിൽ നാം ആയിരിക്കുമ്പോൾ അത് അടിമപ്പെട്ടു പോകാതെ വീണ്ടും തിരികെ വരുവീന്നുള്ളതായ ദൈവശബ്ദം കേട്ടുകൊണ്ട് നന്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൂടെ പ്രവർത്തിപ്പാനുള്ള സാധ്യത എന്നും കണ്ടെത്തുവാൻ നമുക്കിടയായി തീരണം. ഓരോ വിശുദ്ധ കുർബാനയും അതിനുവേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അതിനുവേണ്ടി നമ്മളെ ഒരുമിച്ച് മുന്നോട്ട് ഒരുക്കുന്നതായ അനുഭവമാണ്. ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ജീവിച്ച് അനുഗ്രഹകരമായൊരു ജീവിതത്തെ നയിപ്പാൻ ദൈവമേ ഞങ്ങൾ സഹായിക്കണമേ. അന്ത്യനാളിനെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ഒരുക്കത്തോടുകൂടെ ഈ അന്ത്യനാളിൽ പ്രത്യേകിച്ച് പ്രത്യക്ഷതയിൽ കർത്താവിനെ കാണുവാനുള്ള ഒരുക്കം ആവശ്യമാണ്. നമ്മുടെ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും നൽകുന്നതായ ജീവിതം കാണുവാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആരാകുന്നു, എവിടെയാകുന്നുള്ള ബോധത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുവാൻ യോഗ്യനല്ല, എങ്കിലും നീ എന്നെ ശക്തനാക്കി എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കർത്താവിൽ ശരണപ്പെട്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ.